യേശുമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗങ്ങളുടെ ഒരു വലിയൊരു പ്രത്യേകത, മാതാപിതാക്കളെക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ ആർദ്രതയും അതുപോലെ ദൈവത്തിൻ്റെ വാത്സല്യവുമൊക്കെ ഹോസിയ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. അതായത് അപ്രകാരമാണ് ദൈവം ഇസ്രായേൽ വംശത്തെ സ്നേഹിച്ചത്. എപ്രകാരമാണ് ശിശുവായിരുന്ന സമയം മുതൽ എപ്രകാരമാണ് വാത്സല്യം കാണിച്ചത്, സ്നേഹം കാണിച്ചത്. ഇത് ദൈവം പറയാനുള്ള കാരണം, ഇത്രമാത്രം സ്നേഹം കാണിച്ചിട്ടും ഇത്രമാത്രം സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഇവരോട് പെരുമാറിയിട്ടും ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതൊരു വലിയ സങ്കടമായിട്ടാണ് ദൈവത്തിൻ്റെ മനസ്സിലുള്ളത്. ഇതുപോലെ സ്നേഹം, അതായത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് ദൈവം മനുഷ്യനോട് വലിയ സ്നേഹം കാണിച്ചിട്ട് ആ സ്നേഹം തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് ദൈവം സങ്കടപ്പെടുന്നതും കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ധ്യാനിക്കുന്ന അവസരത്തിൽ നമുക്ക് നമ്മളോട് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇതുപോലെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് കർത്താവിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ ഓരോ കൂദാശകളിലൂടെ വ്യക്തികളിലൂടെയൊക്കെ നമുക്ക് ലഭിച്ചിട്ട് ഈ ഒരു സ്നേഹത്തിന് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും നീളവും വീതിയും ഒക്കെ ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണുന്നത് ഇതിൻ്റെ തുടർച്ചയാണ്. അതായത് ഈശോ വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവർക്കൊരു വലിയ ദൗത്യം കൊടുക്കുകയാണ്. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും അതുപോലെ തന്നെ പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരവും കൊടുത്താണ് അവരെ വിടുക. അവിടെ പ്രധാനമായിട്ടും അവർ പ്രഘോഷിക്കുന്നൊരു കാര്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ഒരു വലിയ സുവിശേഷമാണ് അവിടെ പ്രസംഗിക്കപ്പെടുന്നത്. ഇത് ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ ദൗത്യമായിട്ട് അവരെ ഏൽപ്പിച്ചിട്ടാണ് ഈശോ പറഞ്ഞയക്കുക. അവിടെ പോകുന്ന വഴിക്ക് ചെരുപ്പോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ പണമോ സ്വർണമോ വെള്ളിയോ ഒന്നും അല്ല കരുതേണ്ടത്. ലൗകികമായ കാര്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് ദൈവത്തിലുള്ള ആശ്രയത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന് വചനം പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മളൊക്കെ എവിടെയെങ്കിലും യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ഉടുപ്പും എടുത്തു വെക്കും, കയ്യിൽ പേഴ്സ് ഉണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ടുപോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. പക്ഷേ ഈ ഒരു വലിയ ദൗത്യത്തിൽ, ക്രിസ്തു ഏൽപ്പിക്കുന്ന ദൗത്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആ ഒരു പരിപാലനയിൽ ആശ്രയിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതായത് എൻ്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, ദൈവം എൻ്റെ ജീവിതത്തെ പരിപാലിക്കുന്നവനാണ് എന്നുള്ള ഒരു വലിയ ബോധ്യത്തോടുകൂടെ വേണം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ലൗകികമായ കാര്യങ്ങൾ, പണവും സമ്പാദ്യവും നമ്മുടെ വസ്തുക്കൾക്കുമൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും പലപ്പോഴും വിസ്മരിച്ചു പോകുന്നൊരു കാര്യമാണ് എന്നെ പരിപാലിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ് എന്നുള്ളത്. അപ്പം അതിൽ ആശ്രയം വെക്കുന്നവരായിട്ട് ഓരോ ക്രിസ്തു ശിഷ്യനും മാറണമെന്നുള്ളത് വചനം നമുക്ക് തരുന്ന വലിയ പ്രധാനപ്പെട്ട സന്ദേശമാണ്. വീണ്ടും പറഞ്ഞു വെക്കുന്ന കാര്യം, ഈ ഒരു ദൗത്യത്തിൽ ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ മനോഭാവം എന്ന് പറയുന്നത്, അവൻ സമാധാനപ്രിയനായിരിക്കണം. അവൻ ചെല്ലുന്നിടത്തെല്ലാം സമാധാനം സ്ഥാപിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. സമാധാനം ഏറെ ആഗ്രഹിക്കുന്നൊരു വ്യക്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം മുഴുവനും ഏറെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഈ സമാധാനം. ഇന്ന് പുറമേ നമ്മൾ ഓടി നടക്കുമ്പോൾ സമാധാനം കിട്ടുന്ന സ്ഥലങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടി നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ അവിടെയൊക്കെ വചനം തരുന്ന കാര്യം, ശാന്തശീലനും വിനീതഹൃദയനുമായ എൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതായത് ക്രിസ്തു തരുന്ന വലിയ ആശ്വാസവും സന്തോഷവും സമാധാനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഉദ്ധിതനായ ക്രിസ്തുനാഥൻ ഇത്രമാത്രം പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യം, അതായത് തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച തിരസ്കരണമുണ്ട്, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും തൻ്റെ ക്രൂശിൽ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ അതിലൊന്നും മനസ്സും അടുത്തു പോകാതെ തൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന ക്രിസ്തുവിനെ കാണാൻ പറ്റും. അതായത് ഉദ്ധിതനായ ക്രിസ്തുനാഥൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് അവരോട് പരാതി പറയുകയോ അല്ലെ അവരെ ശകാരിക്കുകയോ ചെയ്യുന്ന ഈശോ അല്ല, മറിച്ച് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്
അവരെ അഭിസംബോധന ചെയ്യുന്ന ക്രിസ്തുവിനെ കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, അവൻ ചെല്ലുന്നിടത്തെല്ലാം ഈ ക്രിസ്തുവിൻ്റെ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ ദൗത്യം കൊണ്ടുപോകുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു മനോഭാവമാണ് അവൻ സമാധാനപ്രിയനായിരിക്കുന്നത്. കലഹപ്രിയനാകാതെ സമാധാനപ്രിയനാകണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചെറിയ മാറ്റങ്ങൾ കുറച്ച് എളിമപ്പെടാനും കുറച്ച് മനസ്സിലാക്കാനും മറ്റുള്ളവരെ അംഗീകരിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അസ്വസ്ഥതകൾ കടം പിടിക്കുന്നവരല്ലാതെ നമുക്ക് ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും ഒക്കെ ഓരോ നിമിഷവും അനുഭവിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചന ഭാഗത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന ആ ഒരു വലിയ സന്ദേശം, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, ആഴമായ സ്നേഹം, മാതാപിതാക്കളെക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഈ സ്നേഹം മനസ്സിലാക്കാനും അതിൻ്റെ പ്രത്യുത്തരമായി നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിന് സാക്ഷ്യമായിട്ട് കൊടുക്കാനുമുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വേണ്ട എല്ലാ കൃപയും അഭിഷേകവും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകട്ടെ. ആമേൻ.